ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എടാ എൽദോ കഞ്ഞി എത്തിയിട്ടുണ്ട്, 2 കഞ്ഞി. ഒക്കെ സാധനങ്ങൾ വന്നിട്ടുണ്ട് കഞ്ഞിയുടെ. എന്താണ് പയറ്, അച്ചാറ്, എന്നാ ലിവറാ, പാർട്സ് കേട്ടാ, ചിക്കൻ പാർട്സ്. ഇതെന്താ ചമ്മന്തി, എന്താ ചമ്മന്തി. നമ്മളങ്ങനെ ആ തൃക്കരിപ്പൂരെത്തിയട്ടാ. പടനിലേക്കാണ് വന്നു സൈറ്റ്. അവിടെ ഒരു കർട്ടൻ്റെ വീഡിയോ എടുക്കണം. ഒരു വീട്ടിൽ കർട്ടൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ തൃക്കരിപ്പൂർ ബീരിച്ചേരി ഗേറ്റ് കഴിഞ്ഞ് തൃക്കരിപ്പൂരേക്ക് ബസ് സ്റ്റാൻഡ് അങ്ങോട്ടേക്ക് പോകുന്നു. നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണം, വിശക്കുന്നത്. ഫുഡ് കഴിച്ചിട്ട് വിടാം. പള്ളി അല്ലേ? പള്ളിയൊക്കെ മാഷാ നല്ല പള്ളി, നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഞാൻ കുറേ മുമ്പ് ഫോട്ടോഗ്രാഫി ചെയ്തിന് കേട്ടോ. വർക്ക് പാട്ടോടാൻ വന്നതിന് ഫോട്ടോഗ്രാഫി ചെയ്തിന്, ഒരുപാട് ഫോട്ടോഗ്രാഫി ചെയ്തിന് കേട്ടോ. തൃക്കരിപ്പൂർ ഈ തങ്കയം ഭാഗത്ത്, തങ്കയം, ഈ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് ഈ ഭാഗത്തെല്ലാം, ബീരിച്ചേരി എല്ലാം ഒരുപാട് ചെയ്തിന്. ഒരുപാട് ഫോട്ടോഗ്രാഫി, കല്യാണം, വെഡിങ് ഫോട്ടോഗ്രാഫി ചെയ്തിന്. നമ്മൾ കാലിക്കടവ് എത്തി. ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. എന്നാൽ കഴിക്കട്ടെ. കഞ്ഞിക്ക് പറഞ്ഞു, കഞ്ഞി കുടിക്കാം. യെസ്, കഞ്ഞി എത്തിയിട്ടുണ്ട്, 2 കഞ്ഞി. യെസ്, ഒക്കെ സാധനങ്ങൾ വന്നിട്ടുണ്ട് കഞ്ഞിയുടെ. എന്താണ് പയറ്, അച്ചാറ്, എന്നാ ലിവറാ, പാർട്സ് കേട്ടാ, ചിക്കൻ പാർട്സ്. ഇതെന്താ ചമ്മന്തി, എന്താ ചമ്മന്തി. കഴിച്ചോക്കട്ടെ. ചിക്കൻ പാർട്സ്, ചമ്മന്തി, ഉണക്കമീൻ ചമ്മന്തി, ഉണക്കച്ചമ്മീൻ്റെ ചമ്മന്തി കേട്ടോ. നൈസ്. ഉണക്കമീൻ്റെ ചമ്മന്തി. കഞ്ഞി കുടിക്കട്ടെ. ഉളുത്തയക്കുന്ന ഫീൽ. കഞ്ഞി കടല, പയർ, കടലേ പയറാ. മമ്പയർ കുറച്ചിട്ട് ഞാൻ ഇളക്കിയിട്ട് this liver parts. ഇതെവിടെ സ്ഥലം? കാലിക്കടവ് അല്ലേ? അപ്പോൾ കാലിക്കടവിൽ നല്ല കഞ്ഞിടുന്നൊരു സ്പോട്ടുണ്ട് കേട്ടോ. ഇതാണ് ആള്, നമ്മളെ വീഡിയോയിലും കാണുന്നതെന്ന് പറഞ്ഞു. എന്താ പേരെന്താ? നിഷാദ് അല്ലേ? ഇവിടെ തന്നെ സ്ഥലം കരുവള്ളൂർ. അപ്പോൾ ഇങ്ങനൊരു ഹോട്ടലുണ്ട് കേട്ടോ. ഓക്കെ, കഞ്ഞി ലഭ്യമാണ്. അപ്പോൾ കയറി വെക്കുക കേട്ടോ, മോശമില്ല, നൈസാണ്. നമ്മൾ കഴിച്ച് ഇപ്പോൾ എണീച്ചതേ ഉള്ളൂ. ഓക്കെ, പോട്ടെന്നാ, കാണട്ടോ. ഓക്കെ, ശരി. ഇതന്നെ ഫ്ലൈ ഓവർ ഉണ്ടോ? ഫ്ലൈ ഓവറിൻ്റെ ഇവിടെ ഇതാണ് ഷോപ്പ് കേട്ടോ. സ്റ്റേഡിയം റെസ്റ്റോറൻറ്റ്. ഓക്കെ, ഇങ്ങനെയുണ്ട്, ചായയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതന്നെ കാണുന്ന കേട്ടോ. മോശമില്ല നമ്മളല്ലേ, നല്ലതാണെങ്കിലേ പറയുള്ളൂ. ഇങ്ങനൊരു സ്ഥലം. അപ്പോൾ ഇവിടെ തന്നെ ഉള്ളൊരു ഷോപ്പ് കേട്ടോ. നല്ലതാണെങ്കിലേ ഞാൻ കാണിച്ചു തരുള്ളൂ ഷോപ്പ്. ഞാൻ അന്നേ പറയലുണ്ട് അല്ല പറയത്തേട്ടാ. നല്ലത് മാത്രമേ നമ്മൾ പറഞ്ഞു തരുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നെല്ലാം കാണിക്കും. പക്ഷെ ഞാൻ ഷോപ്പൊന്നും അല്ലേ, ഷോപ്പ് കാണിക്കില്ല. നല്ലത് നിനക്ക് തോന്നുന്ന മാത്രം നമ്മളെന്ത് ചെയ്യും, ഷോപ്പ് കാണിച്ചു തരും. നിങ്ങൾ വന്ന് കഴിച്ചോ, മോശമില്ല, നൈസാണ്. കഞ്ഞി നൈസാണ്, അതുപോലെ ചിക്കൻ ഫ്രൈ പോലെ വരട്ടിയൊരു ടൈപ്പ് ഉണ്ടായിനി, മോശമില്ല, നൈസാണ്. പിന്നെ ചമ്മന്തി, അതായത് ഉണക്ക ചെമ്മീൻ്റെ ചമ്മന്തി ഇല്ലേ, നൈസല്ലേ, ഉണക്കമീൻ്റെ ചമ്മന്തി നൈസ്. പിന്നെ നാരങ്ങ അച്ചാറും, പിന്നെ മമ്പയറല്ലേ അത്, മമ്പയറിൻ്റെ വറവ് ഒരു സംഭവം ഉണ്ടായിനി. ഉപ്പേരി എന്താ പറയല്, അങ്ങനത്തെ പറയും അല്ലേ.
മമ്പയറിന്റെ വറുത്തത് ഒരു സംഭവം അതിലും കൂടി മോശമില്ല കേട്ടോ. എന്നെ ഓരോ ദിവസം മാറുമായിരിക്കും കേട്ടോ. സൈഡ് മാറും. സൈഡ് എന്ന് പറയുവേ, നമ്മളിവിടെ സൈഡ് എന്ന് പറയുമോ, ഒരാൾക്ക് എന്ത് സൈഡ്, കഞ്ഞിൻ്റെ കൂടെ സൈഡിൽ കിട്ടുന്നതിന് സൈഡ് എന്ന് പറയും. നമ്മളിവിടെ അങ്ങനെയെല്ലാം പറയും അല്ലേ, ഓരോ സ്ഥലത്ത് ഓരോ ഇതായിരിക്കും. അതേ എടുക്കട്ടെ. അപ്പോൾ വന്ന് കഴിച്ചോ കേട്ടോ, മോശമില്ല. കാലിക്കടവ് അവിടെ നിന്നുള്ളൊരു റെസ്റ്റോറൻറ്റ്. ഓക്കെ, കാണിച്ചു തന്നില്ലേ, ഒന്ന് കഴിച്ചു നോക്കി. ഇതിലൂടെ പോകുമ്പോൾ ഒന്ന് കയറി കഴിച്ചു നോക്കട്ടോ. അപ്പം അവർ ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് എന്നാ ഞാൻ വീഡിയോ കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളറിയുന്ന ആളാ. നമ്മങ്ങനെ ലൊക്കേഷൻ എത്തിട്ടോ, മൂസാജുക്ക് പടന്നക്ക്. അപ്പോൾ ഈ വീട്ടിലെ കർട്ടൻസിൻ്റെ വീഡിയോ എടുക്കട്ടോ, ഫുൾ സെറ്റ് ചെയ്ത. അങ്ങനെ നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് ഇതാ ഇവിടുന്ന് വിടുകയാണ്. ഇതാണ് വീട് കേട്ടോ. ഓക്കെ, ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് യാത്രയാണ്. നമുക്ക് നല്ല ചായ നേരെ പൈനൂരേക്ക് കേട്ടോ. ഇപ്പോൾ പടന്നയുള്ളത് പടന്നക്ക് നമ്മൾ നേരെ ഇനി പൈനൂരേക്ക് പോകുന്നു. ഗോയിങ് ടു പൈനൂർ. ഓക്കെ, ഇന്ന് ഫുള്ള് ഇതിൽ നിന്ന് നമ്മൾ ഇറങ്ങി. എന്നും 1-2 സൈറ്റ് ഉണ്ട് അത്രേ. അത് വേറെ ദിവസം അല്ലേ, അത് അടുത്ത ദിവസം നമുക്ക് വേറെ ദിവസം നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഇത് മൂസാജിമുക്കിലെ പള്ളിയാട്ടോ, ജുമാ മസ്ജിദ്. ഇവിടെ നമ്മളെ സുഹൃത്തുണ്ട് കുഞ്ഞുബായി, പാട്ടുകാരനാണ്. പട്ടുമാൽ മൈലാഞ്ചി ഫെയിം കുഞ്ഞുബായിൻ്റെ സ്ഥലമാട്ടോ ഇത് മൂസാജിമുക്ക്. ഇവിടെ ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്, കുഞ്ഞുബായിൻ്റെ വീട്ടിലെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് നമ്മൾ വന്ന് ഇതിലൂടെ പോയ ഹൈവേ എത്തും. ഇതാ പള്ളി, ഇതാ പള്ളി കണ്ടോ, മൂസാജിമുക്ക് അല്ലേ പള്ളി. യെസ്. അപ്പോൾ ഇവിടെ നമ്മുടെ കുഞ്ഞുബായി ഉണ്ട്. ഇപ്പോൾ കുറച്ചായി കുഞ്ഞുബായിനെ കണ്ട്. ഞാൻ ഇങ്ങോട്ട് കുറേ ആയില്ലേ വരാത്തല്ലേ. ഞാൻ വന്ന് കണ്ട ഇവിടെ അവിടെ പടന്നക്ക് ഗാനവിളക്ക് അല്ലേ. അന്ന് ഗാനവിളക്ക് ഉണ്ട്. ക്ഷേത്രത്തിൽ നമ്മൊരു ഗാനമേള നമ്മൾ സ്വരാഗിൻ്റെ പ്രോഗ്രാം ഉണ്ടായിന്. അപ്പോൾ അവിടെ കുഞ്ഞുവിൻ്റെ നാടായതുകൊണ്ട് കുഞ്ഞു എവിടെയോ പോയിട്ട് വന്നേന്ന് തോന്നുന്നു അല്ലേ. കുഞ്ഞു എവിടെയോ ഷോകാറ്റം കഴിഞ്ഞിട്ട് വരികയാണ്. വരുമ്പോൾ നമ്മുടെ അടുത്ത് കയറിയിട്ടുണ്ടായി കുഞ്ഞുബായി. ഞാനും കുഞ്ഞുബായി പണ്ട് അഭിനയിച്ചിട്ടുള്ള വീഡിയോയിലുണ്ട് കേട്ടോ, ആൽബം എൻ്റെ ചാനലുണ്ട്. റാസിക്കായ റബ്ബേ നീ റഹ്മാനല്ലാ, വേദനകൾ തീർക്കുന്നവൻ നീയാണല്ലാ. പിന്നൊരു ഭക്തിയാനുണ്ട് കേട്ടോ നമ്മളെ ചാനലിൽ, യൂട്യൂബിലുണ്ട്. കയറി ഒന്ന് നോക്കുക. എൻ്റെ വീഡിയോയിൽ താഴെ ഉണ്ടാവും കേട്ടോ. മുമ്പിട്ടതാ, കുറേ വർഷമായി. കോവിഡിന് മുമ്പായിട്ടാണ്. കോവിഡിന് മുമ്പ് കുറേ വർഷമായി ഞാനും കുഞ്ഞുബായും പാടി അഭിനയിച്ച്. ആ സമയത്ത് ഇങ്ങനെ കുറച്ച് ചെയ്തിട്ടുണ്ടായി, കുറച്ച് വീഡിയോസ് ആൽബം എല്ലാം ചെയ്തിനി. അവരെ വീടിന്ന് വിട്ടു കേട്ടാ. നമുക്ക് നല്ല ചായ കുടിക്കണം. പൈനൂര് നിൽക്കാം അല്ലേ. യെസ്. അപ്പം നേരെ പൈനൂരേക്ക്. നിങ്ങൾ കാണേണ്ട ഒരു സംഭവമുണ്ട്. ഞാൻ മുമ്പ് റോഡ് വർക്ക്, ഈ NH66 പുതിയ ഹൈവേ ഇല്ലേ, ഈ റോഡ് പണി നടക്കുന്ന ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് കേട്ടോ. അതിനുള്ള ലക്ഷങ്ങളുടെ വ്യൂവേഴ്സ് ഉണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്കിലെല്ലാം. ഞാൻ കാസർഗോഡ് മുതൽ അങ്ങനത്തോളം ചെയ്തിനി. കാസർഗോഡ് നമ്മളെ തലപ്പാടിയില്ലെന്നോ, അവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തിനി. അപ്പോൾ ഈ സ്ഥലത്തുമ്പോൾ ഞാനന്ന് പറഞ്ഞു ഇതെന്തായാലും ഇളകി ഇത് എത്രട്ടോ വീണെന്നല്ലേ പറയത്തേട്ടാ. ഇല്ലേ ഈ സ്ഥലം കണ്ടിതാ, ഈ സ്ഥലം കറക്റ്റ് ചെറുത്തൂരല്ലേ. ചെറുത്തൂര്. ഇത് കണ്ട, ഇതിപ്പം സൈഡ് ഇതിപ്പം കെട്ടിയതാ. ഈ സൈഡ് കണ്ട, ഇതിന്റെ മുകളിലുള്ള ഇത് കണ്ട, മണ്ണിനിങ്ങനെ ഈ കോൺക്രീറ്റ് ഇത് കെട്ടിയിട്ട് സിമെന്റ് അടിച്ചതാ. മെഷീനിൽ സിമെന്റ് അടിച്ചതാ. ഇത് കോൺക്രീറ്റ് അല്ല, വെറും സിമെന്റ് അല്ല ഇത് അല്ലേ. സിമെന്റ് പാറ്റി അടിച്ച മെഷീനില്. ഇത് സിമെന്റ് പാറ്റി അടിച്ചതാ. ഇത് കുറച്ച് മുമ്പ് നല്ല മഴ, കഴിഞ്ഞ വർഷം അതിനപ്പുറത്തെ വർഷമായിട്ടാണ്, ഏതൊരു വർഷം നല്ല മഴയത്ത് അത് ഇളകി വീണി. ഫുൾ ചരല ഇളകി വീണിട്ട് ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായി. ഇപ്പം ഇതുപോലത്തെ ഒരു സംഭവം. ഇത് മെഷീനിൽ ഈ സിമെന്റ് മാത്രം ഇങ്ങനെ സ്പ്രേ ചെയ്തതാ. ഈ മണ്ണ് ഇതിനെ കൊണ്ടൊന്നും ആവില്ല. ഈ നമ്മളെ പെരിയാരത്തുനിന്ന് കുപ്പത്തേക്ക് പോകുന്ന റൂട്ടിൽ, കുപ്പത്തിൻ്റെ മുകളിൽ തന്നെ ആ കുന്നില്ല, ആ കുന്ന് മുമ്പൊരു ഇടിഞ്ഞിനി. അതുപോലെ ഞാൻ മിന്നാൻ തന്നെ വീഡിയോയിലുണ്ട്. ഞാൻ അതിലോട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം വെച്ചാൽ ഇതുപോലെ സ്പ്രേ അടിച്ചത് ഇളകി വീണിട്ട് പാളികളായിട്ട് നേരെ പാളികളില്ല. ഈ ഇളകിയ സിമെന്റ് ഞാൻ കാണുന്നത് നേരെ പാളികളായിട്ട് ഇങ്ങനെ ഇളകി വീണിട്ട്. അപ്പോൾ ചെറുങ്ങനെ ലൈറ്റായിട്ട് പാറ്റിയിട്ട് ഏടെ മണ്ണിനെ തടുക്കാൻ കഴിഞ്ഞ ലൈറ്റായിട്ട് പാറ്റിയത് കയ്യിലടാ ഏടെ. എന്നിട്ട് നീല താർപ്പായിട്ട് പൊത്തീനി. ഞാൻ അതിൽ പറയുന്നത്, ഈ താർപ്പായിൽ ഇട്ടിട്ട് എന്താ കാര്യമില്ലേ. താർപ്പായ പൊടി വാർന്നില്ലെങ്കിൽ ഓക്കെ, മണ്ണ് പൊടി വാറിയിട്ട് മറ്റുള്ള വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടാവണ്ടെന്നുള്ളത് കൊണ്ടായിരിക്കും ഓക്കെ. ഒരു പക്ഷേ ഈ താർപ്പായ ഇട്ട ഭാഗത്തും ഇളകി വന്നിട്ട് താർപ്പായെല്ലാം മണ്ണ് ഈ ശക്തമായിട്ട് വെള്ളം ഈ ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങുമ്പോൾ ഭൂമി മണ്ണ് പൊതിർന്നിട്ട് ഇളകി അടിയോടെ പറന്ന് വരുന്നതല്ലേ സംഭവം. ഈ ഇളകി വരുന്ന മണ്ണിന് ഈ താർപ്പായനെ കൊണ്ട് തടുക്കാൻ കഴിയുമോ?
ഇല്ല, ഞാൻ ആ മിന്നാത്ത വീഡിയോയിലുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. സത്യം അതൊരു പക്ഷെ പൊടി വാർന്നുകൊണ്ട് വെച്ചായിരിക്കും. അതിൻ്റെ കറക്റ്റ് എനിക്കറിയില്ല. ഇതൊന്നും പഠിക്കാത്തവരല്ല ചെയ്യുന്നത്, എനിക്കറിയാം. ഇത് പഠിച്ചിട്ട് അതിനെക്കുറിച്ച് അറിവുള്ളവർ തന്നെയായിരിക്കും ഇതൊക്കെ റോഡ് പണിക്കൊക്കെ എൻജിനീയേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ ഞാൻ കണ്ടത് പറയുന്നതാണ്, ഇപ്പം പോയാൽ കാണും കുപ്പത്തുനിന്ന് പെരിയാരത്തേക്ക് പോകുന്ന കയറ്റത്തിന് തന്നെ അറിയാലോ, കയറ്റത്തിന് ഹൈവേയിൽ, അതായത് മെയിൻ റോഡിൽ മണ്ണ് ഇതേപോലെ ഇപ്പം ഞാൻ കാണിച്ചെന്ന പോലെ സിമെൻറ്റ് അടിച്ചിട്ടുണ്ട്, സിമെൻറ്റ് ഇങ്ങനെ പാറ്റിയിട്ടുണ്ട്, അതിൽ ഇളകി വീണിട്ടുണ്ട്. മുമ്പ് ന്യൂസെല്ലാം വന്നെയാണ്, ഇളകി വീണെന്നുള്ള പറഞ്ഞിട്ട് ന്യൂസ് വന്നെയാണ്. അതേ സ്പോട്ടിൽ അതേ സ്ഥലത്ത് ഇളകി വീണിട്ടുണ്ട്. മൊത്തം ഇളകി ഇങ്ങനെ വീണിട്ട് അതിന് താർപ്പായിട്ട് കെട്ടിയിട്ടുമുണ്ട്. ജസ്റ്റ് താർപ്പായിട്ട് പൊത്തിനി. അതിൻ്റെ സൈഡിലെല്ലാം സിമെൻറ്റ് പാളികൾ നേരെ, ആ സിമെൻറ്റ് പാളികൾ കണ്ടാൽ മനസ്സിലാവും. നേരെ ഈ പീസില്ല, ചോക്ലേറ്റിൻ്റെ എല്ലാം പീസില്ല, അതുപോലെ തോന്നുന്നു. നേരെ പീസ്, നേരെ പാളികൾ, അത് ഇളകി ഇങ്ങനെ വീണി മണ്ണിന്. ഇപ്പോൾ പ്രൈതട്ടം പറഞ്ഞ പോലെ മണ്ണിനോടും വെള്ളത്തിനോടും എന്താ പറയല്, തീയോടും വെള്ളത്തോടും മാറിപ്പോയി. തീയോടും വെള്ളത്തോടും തീയോടും വെള്ളത്തോടും കളിക്കരുത്. പിന്നെ അതുപോലെ വേറൊരു കാര്യം ഉണ്ടല്ലോ, ശക്തമായിട്ട് വരുന്ന വെള്ളത്തിനെ തടുക്കാൻ കഴിയില്ലാന്നാ. അതുപോലെ തന്നെ ഈ മണ്ണെല്ലാം ഈ ശക്തിയിൽ വരുന്ന പിന്നെ എന്താ പറയുക, മണ്ണിങ്ങനെ ഇതായിട്ട് വരുന്നില്ല. അതിൽ താർപ്പായെല്ലാം വെച്ചിരുന്ന കാര്യമൊന്നുമില്ല. പൊടി വാറാണ്ട് അത്ര തന്നെ, പൊടികളകൂല, അത്രേ ഉള്ളൂ. ഞാൻ മിന്നാന്നത്തെ വീഡിയോ ഇന്നലെ എപ്പോൾ ഇട്ടിനി മിന്നാന്നത്തെ വീഡിയോ. പക്ഷേ ഈ റോഡ് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ NH 66 പുതിയ ഹൈവേ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അടിപൊളി റോഡാ. പായുന്നുണ്ട് അതാ. കോഴിക്കോട് കഴിഞ്ഞാൽ ഇത് പോയി, പിന്നീട് പല തൃശ്ശൂർ ജില്ലയിൽ കുറച്ചുണ്ട്, എറണാകുളം കുറച്ചുണ്ട്, ബാക്കി കൊല്ലം ജില്ലയിലൊന്നും പണി നടക്കുന്നത്രല്ലേ. അവിടെ ഓരോ സ്ഥലത്തെല്ലാം ഭയങ്കര സ്ലോ ആട്ടോ. ഓരോ സ്ഥലത്തെല്ലാം കാസർഗോഡ് ഭാഗത്തെല്ലാം തന്നെ നേരത്തെ പണി കഴിഞ്ഞത് കേട്ടോ. ഇപ്പൊ പയ്യന്നൂർ ഭാഗത്തെല്ലാം ഏകദേശം കഴിഞ്ഞു. പയ്യന്നൂർ ഇനി നമ്മളെ പെരുമ്പപ്പാലം ഉണ്ട് അത്ര അല്ലേ. പെരുമ്പപ്പാലെല്ലാം പണി ഏകദേശം ആയും തോന്നുന്നത്. അതിന് അറിയില്ല, അത് വേറെ റൂട്ടല്ലേ, നമ്മളെ ടൗണായിട്ട് ബന്ധമില്ലല്ലോ, കുറച്ച് അപ്പുറത്തേക്കൂടല്ലേ പോകുന്നത്. വെള്ളൂർ ആ ഭാഗത്തേക്ക് എത്തുന്നത് അല്ലേ, നമ്മളെ കോത്തായമുക്ക് അല്ലേ, ആ ഭാഗത്തേക്കാണ് എത്തുന്നത്. അപ്പോൾ നമ്മുടെ അപ്പുറത്തേക്ക് കൂടി, അതായത് ശാന്തി തിയേറ്ററിന്റെ ബാക്കിലേക്ക് കൂടിയാണ് പോകുന്നത് എന്നല്ലേ. യെസ്. അങ്ങനെ പോയിട്ട് അങ്ങനെ പുഴ ക്രോസ് ചെയ്യുന്നതാണ്. നമ്മുടെ മെയിൻ പാലം പെരുമ്പപ്പാലം ഇതിലോട്ട് വരുന്നില്ല, മെയിൻ പെരുമ്പയിലോട്ട് വരുന്നില്ല, അപ്പുറത്തേക്ക് കൂടെ പോകുന്നു. പിന്നെ അങ്ങനെ പോകും. പിന്നെ നമ്മൾ അങ്ങോട്ട് കുപ്പത്ത് കുറേ പണി നടക്കാണ്ട് അത്ര, ഒരുപാട് കുപ്പം, നമ്മളെ കുപ്പം കഴിഞ്ഞ് തലപ്പുറം അങ്ങനെ പോകുന്നില്ലേ, അങ്ങനെ ആ റൂട്ടെല്ലാം ഒരുപാട് പണിയുണ്ട് അത്ര. അവിടെ എല്ലാം മലഭാഗമായോണ്ടെന്ന് തോന്നി. ഇവിടെ എല്ലാം മലഭാഗം തന്നെ, പക്ഷെ അവിടെ മലയിൽ ഒരുപാട് ഇളക്കി ചെയ്യുന്നേ, അതുകൊണ്ടായിരിക്കും. പിന്നെ പല ഏരിയയിൽ പല എഞ്ചിനീയേഴ്സ് എടുക്കുന്നല്ലേ, അങ്ങനല്ലേ അല്ലേ. ആ സംഭവം ഓരോ ടീംസെല്ലാം വേഗം ചെയ്യുന്നത്. എനിക്കൊന്ന് പെട്ടെന്ന് തീർന്നു. നമ്മൾ ഈ കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള ഏരിയയാണ്. കാസർഗോഡെല്ലാം വേഗം തീർന്നു, പണിയെല്ലാം ഏകദേശം ആയി. പെട്ടെന്നാവുമായിരിക്കും, ഏകദേശം ഇപ്പം ആവുന്നു. പോയത്തട്ടെ ഒന്നുകിൽ ഒരു 2028 തീരും എന്ന് പ്രതീക്ഷിക്കാം. 2 വർഷം അല്ലേ, 2026, 2028, 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ട് ഓപ്പൺ ആക്കുമെന്ന് വിചാരിക്കും. ഇതിപ്പോൾ തൽക്കാലമായിട്ട് ഓപ്പൺ ആക്കിയതോ അറിയാലോ, താൽക്കാലിക ഓപ്പൺ അത്രയേ ഉള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കും എന്ന് 2 വർഷം കൊണ്ട് ഓപ്പൺ ആക്കുമായിരിക്കും. കാരണം എല്ലായിടത്തും പണിയണ്ടേ. യെസ്, എന്തായാലും ഇപ്പോൾ ഇപ്പോൾ ചെയ്താലും അടിപൊളിയാട്ടോ. ഇപ്പോൾ പണി കഴിഞ്ഞാലോ നമുക്ക് യാത്ര ചെയ്യാൻ നല്ല സുഖമാണ്, അടിപൊളിയാണ്. 6 പേര് പാതല്ലേ, 3 പൊളി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ഓപ്പണായി കഴിഞ്ഞാൽ ബൈക്കിനും ഓട്ടോറിക്ഷയ്ക്കും ഇതിലൂടെ പ്രവേശനമില്ല എന്ന് പറഞ്ഞ് കേട്ടു. സത്യം എന്താണെന്നറിയില്ല. കാറ് മുതൽ മുകളിലോട്ടേ പോകൂലോ എന്ന് പറയുന്നു അല്ലേ. യെസ്, അങ്ങനല്ലേ. യെസ്, അങ്ങനെയാണ് പറഞ്ഞ് കേട്ടത്. ഇനി ഇത് ഓപ്പൺ വലിയ വാഹനങ്ങൾക്ക് ഒരിക്കലും, ചെറിയ വാഹനങ്ങൾക്ക് ഒരിക്കലും ഈ മറ്റു വാഹനങ്ങളുടെ ആ ഒരു ഫോഴ്സ് താങ്ങാൻ പറ്റില്ല. ശരിയാണ്, ബൈക്കെല്ലാം അങ്ങ് മാറിപ്പോകും. പിന്നെ നമ്മളിപ്പോൾ റൺ ചെയ്യുമ്പോഴേ ഒരു എബോ 100 എബോ പോകുമ്പോൾ നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് നിർത്താൻ പറ്റില്ല. അത് ചെറിയ വണ്ടികൾ പോയി അടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഇത് സ്പീഡ് ഉണ്ടല്ലോ, ഈ റോഡിൽ സ്പീഡ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഇത്ര സ്പീഡിൽ പോകാൻ ഇത്ര ട്രാക്ക് ഇങ്ങനെയുള്ള 6 വരെയല്ലേ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ബൈക്കിലെടുത്ത് പോകുമ്പോൾ മറ്റുള്ള വണ്ടിയെല്ലാം സ്പീഡിൽ വരുമ്പം സ്കൂട്ടിന് ശരിക്കും പാളിപ്പോകുന്നു. കാറ്റ് വന്ന് എയർ നമ്മുടെ സ്കൂട്ടിൻ്റെ ഫ്രണ്ടിലെ ഇതില്ലേ, ബ്ലാങ്കായ സ്ഥലമില്ലേ, അവിടെയൊക്കെ എയർ കയറുമ്പോൾ വണ്ടി പാളിപ്പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം മറ്റുള്ള സ്പീഡിൽ വണ്ടി വരുമ്പോൾ അങ്ങനത്തെ പ്രശ്നമുണ്ട്. എനിക്ക് മുമ്പെല്ലാം ഈ ചെറിയ ലൈറ്റ് വെയിറ്റ് വണ്ടിയിലെടുത്തിട്ട് ഇങ്ങനെ സ്കൂട്ടിയിലെടുത്തിട്ട് പോകുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യലുണ്ട്. ഒരു വണ്ടി ഇങ്ങനെ പൊളയുന്ന പോലെ ഉണ്ടാവില്ല അല്ലേ,
ഉണ്ടാവും. ബുള്ളറ്റ് പിന്നെ പ്രശ്നമില്ല കേട്ടോ. ബുള്ളറ്റ് ഒന്നും വെയിറ്റുള്ള വണ്ടിയാൽ പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനത്തെ ചെറിയ ലൈറ്റ് വെയിറ്റ് വണ്ടിയിൽ എടുത്തിട്ട് പോകുമ്പോൾ നമുക്ക് ഈ ധൈര്യത്തിൽ ഈ ഹൈവേയിൽ കയറാൻ കഴിയില്ല. ഇങ്ങനത്തെ നാഷണൽ ഹൈവേ ഈ സ്പീഡുള്ള വണ്ടി പോകുന്ന ഇതിലൊക്കെ ഒന്നും കയറാൻ പറ്റില്ല, കയറാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കഥ. അതിന് നമുക്ക് നേരെ അപ്പോൾ ഇത് കണ്ടാൽ എനിക്ക് പറയണമെന്ന് തോന്നിയത് നമ്മുടെ ചെറുത്തൂരിലെ ആ സംഭവം. അത് ഞാൻ മുമ്പ് എത്രയോ വർഷം മുമ്പ് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിനി. അതിൻ്റെ മാത്രമല്ല, കാസർഗോഡ് നിന്ന് ഇങ്ങോട്ടേക്ക് റോഡിൻ്റെ NH-60 റോഡ് പണീൻ്റെ എല്ലാം വീഡിയോ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ബൈക്ക് എടുത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ബുള്ളറ്റ് എടുത്തിട്ട് ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക്, അതിൻ്റെ മുമ്പത്തെ വീഡിയോ ഉണ്ടായിരിക്കും അറിയാം. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ കാണിക്കും. അപ്പോൾ അതെല്ലാം കാണിച്ചിട്ട് അവിടെ എത്തിയാലും ഞാൻ പറഞ്ഞിനി ഈ മണ്ണിളകും. അതുപോലെ ഇളകി എത്രയോ വട്ടം ഇളകി പോലും. ഞാൻ എൻ്റെ അറിവിൽ തന്നെ 1-2 വട്ടം ഒരു വട്ടം ഇളകിയിട്ടുണ്ട് എൻ്റെ അറിവിൽ. അത് വലിയ മൊത്തം ഇളകി വന്നിന് ആ ഏരിയ അങ്ങനെ. എന്നിട്ട് പിന്നെ ഒന്ന് സെറ്റാക്കിയതാണ്. പക്ഷെ അതിന് കണക്കെ പണിയെടുക്കുമെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലേ? സ്ട്രോങ് ആയിട്ട് ചെയ്യണം അല്ലേ? നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്യണം. അല്ലാണ്ട് ഈ സിമെന്റ് പാറ്റിയിട്ട് കാര്യമുണ്ട് നിനക്കൊന്നുമില്ല. ഈ സിമെന്റ് ഇങ്ങനെ വെറുതെ ജസ്റ്റ് മെഷീൻ വെച്ചിട്ട് പാറ്റിയിട്ട് കാര്യമില്ല അല്ലേ? അതെല്ലാം ഇളകി പാളികളായിട്ട് ഇളകി വരും. കോൺക്രീറ്റ് നല്ല സെറ്റപ്പ് ചെയ്യണം, നല്ല സ്ട്രോങ് ആയിട്ട്, എന്നാ നിൽക്കും. പക്ഷെ റോഡ് പൊളി കണ്ടാ. വേഗം വരട്ടെ, വേഗം സെറ്റാവട്ടെ, അത്രേ ഉള്ളൂ. അത് സെറ്റാക്കിയാൽ പിന്നെ പറയാനില്ല കേട്ടോ. ഇപ്പം തന്നെ ഞാൻ ഇന്നലെ ഇങ്ങനെ വന്നിരുന്നേ പ്രീതേട്ടന്. ഇന്നലെ ഞാൻ നേരെ എൻ്റെ നാട്ടിൽ നിന്ന് നെരിയമ്പുറം ശ്രീസ്ത വഴി നേരെ പെരിയാരം മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിലേക്ക് കയറി. നമുക്ക് അങ്ങനെ വഴിയുണ്ടല്ലോ എൻ്റെ നാട്ടിൽ നിന്ന്. അങ്ങനെ കയറിയിട്ട് അവിടുന്ന് ഹൈവേയിൽ നേരെ പൈനൂരേക്ക്. നല്ല സുഖമല്ലേ? അല്ലെങ്കിൽ എനിക്ക് ഞാൻ അല്ലെങ്കിൽ എങ്ങനെ എടുത്തറിയാം, ഭാസ്കരൻ വഴിയില്ലേ ആ റോഡ് കയറും. ശ്രീസ്തക്ക് ഭാസ്കരൻ റോഡ് കയറിയിട്ട് പിലാത്ര വഴി അടുത്ത്. ഇത് ഞാൻ വെറുതെ നോക്കി എങ്ങനെയാന്ന്. വേഗത്തിന് ഒരു 1 മണിക്കൂർ 20 മിനിറ്റ്, 1 മണിക്കൂറിലാവാ വായിച്ചു വരാലാ. ഇപ്പം പിന്നെ ബൈക്ക് ഇതിലൂടെ പോകാലോ, അതുകൊണ്ട് പിന്നെ ഞാൻ വായിച്ച് പിടിച്ച് അങ്ങനെ വന്ന്. അപ്പോൾ ഹൈവേയിലൂടെ പോയാൽ സെറ്റാ. മക്കളെ നല്ല മഴക്കാറുണ്ടായതാണേ. ഇപ്പോൾ പെട്ടെന്നൊരു വെയിൽ നോക്കിയാൽ കിട്ടില്ല പോലത്തെ വെയിൽ. ഇവര് 4-5 ദിവസമായിട്ടുണ്ടല്ലോ ഗംഭീര മഴയാ. എന്താ മഴ! മിന്നാന്നൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. രാവിലെ മുതൽ രാത്രി വരെ ഫുൾ മഴയാ. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എത്തി പൈനൂര്. അല്ല, പൈനൂര് എത്തിയുണ്ട്, ചായ കുടിക്കാൻ കയറുന്നു അങ്ങനെ പറയാം. ചായ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇലയട അവിടെ കുറച്ച് കടികളുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഇലയടൊക്കെ പറഞ്ഞു. പ്രീതേട്ടൻ പറഞ്ഞ ഇലയട നല്ല ചൂടുണ്ട്. പുള്ളി നല്ല ചൂടുണ്ട്, നല്ല ചൂട്. കൈപൊളി ഒന്നായില്ല. നടക്കോ? ചൂടുണ്ടല്ലേ? യെസ് ആയിക്കട്ടെ. ഞാനുള്ളതിൽ 8 റുപ്യ ആവുന്നുണ്ട് ചോദിച്ചു. വീഡിയോ മറന്നുപോയി. അതിനിടക്ക് നമ്മൾ ഇങ്ങെത്തിയിട്ട് നമ്മൾ പിലാത്തിലെത്താനായി. പിലാത്തിലെത്തി. അപ്പം ഇന്നത്തെ എല്ലാം കഴിഞ്ഞ് അല്ലേ? ഇന്ന് നമ്മൾ ഷൂട്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇപ്പം 5:30 മണിയായിട്ടാ. 5:20 5:30 മണിയായി. അപ്പോൾ നേരെ നാട്ടിലേക്ക് കേട്ടോ. ഓക്കെ, വേറൊന്നുമില്ലല്ലോ പറ്റട്ടോ. ബാക്കി വിശേഷങ്ങൾ പിന്നെ ഒരു സസ്പെൻസ് ഉണ്ട്. മറ്റേത് ഇപ്പൊ പറയണ്ടല്ലോ. വേണ്ട ഇപ്പം പറയണ്ട. നമുക്ക് അടുത്ത കഴിഞ്ഞിട്ട് പറയാം. സസ്പെൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ പറയാം. എന്നാ ബൈ. അങ്ങനെ പറയണ്ടല്ലോ. വീഡിയോ ചാനലിലേക്കാണ്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യട്ടാ. ഞാൻ പറയില്ല, കുറേ കാലം പറയാത്ത മുമ്പ് പറയലുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എടാ എൽദോ.